നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരസഭാ പ്രദേശത്തെ കശാപ്പുശാലകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചതോടെ തൊടുപുഴയിൽ ബീഫ് ക്ഷാമം രൂക്ഷമായി. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി അല്ലസർ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ വാക്കത്തോണും വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് തൊടുപുഴ CI സിജോ വർഗീസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരുടെ മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും വണ്ണപ്പുറം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ഓറിയന്റേഷൻ ക്യാമ്പയിൻ നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭാ പ്രദേശത്തെ കശാപ്പുശാലകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചതോടെ തൊടുപുഴയിൽ ബീഫ് ക്ഷാമം രൂക്ഷമായി. കശാപ്പ് ചെയ്യുവാനുള്ള ഉരുക്കൾക്ക് അടുത്ത നാളിലുണ്ടായ വിലക്കയറ്റവും ലഭ്യതക്കുറവും മൂലം ഭീമമായ നഷ്ടം വരുന്ന സാഹചര്യത്തിലാണ് അനിശ്ചിതകാലത്തേക്ക് ബീഫ് സ്റ്റാളുകൾ അടച്ചിടാൻ ഉടമകൾ തീരുമാനിച്ചത്. തൊടുപുഴ നഗരസഭാ പ്രദേശത്ത് 28 അറവുശാലകളാണുള്ളത്. ഇവരിൽ നിന്ന് മാംസം വാങ്ങി വിൽപ്പന നടത്തുന്ന 15 കോൾഡ് സ്റ്റോറേജുകളുമുണ്ട്. ആന്ധ്രയിൽ നിന്നുമാണ് കശാപ്പിനുള്ള ഉരുക്കൾ കൂടുതലായും എത്തുന്നത്. റോഡ് മാർഗം ഉരുക്കളെ കൊണ്ടുവരുമ്പോൾ പലയിടങ്ങളിലും ലോറി ജീവനക്കാരടക്കം ആക്രമിക്കപ്പെടുന്നതും വാഹനം തടയുന്നതും പതിവായതോടെ ഏജന്റുമാർ ഇതിൽ നിന്നും പിന്മാറിയതും തിരിച്ചടിയായി. സംസ്ഥാനത്തേക്കുള്ള വരവ് കുറഞ്ഞതോടെ നേരത്തെ 100 കിലോയുള്ള ഉരു 45,000 രൂപയിൽ താഴെ ലഭിക്കുമായിരുന്നെങ്കിൽ നിലവിൽ 65,000 രൂപയെങ്കിലും നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ കൊണ്ടുവന്ന കശാപ്പ് ചെയ്ത് കിലോയ്ക്ക് 480 രൂപയ്ക്കാണ് വിൽപ്പന നടത്തി വരുന്നത്. ഒരു ഉരുവിനെ കശാപ്പ് ചെയ്ത് വിൽക്കുമ്പോൾ 5,000 മുതൽ 10,000 രൂപ വരെ നഷ്ടമുണ്ടാകുന്നതായാണ് അറവുശാല ഉടമകൾ പറയുന്നത്. ബീഫിന് ക്ഷാമം നേരിട്ടു തുടങ്ങിയതോടെ ഹോട്ടലുകളിലെ പ്രധാന വിഭവമായ ഇവ ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. സർക്കാർ ഇടപെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും യഥേഷ്ടം ഉരുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അല്ലാത്തപക്ഷം പൂർണ്ണമായും സംസ്ഥാനത്തെ ബീഫ് വ്യാപാരം നിലയ്ക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി അല്ലസർ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ വാക്കത്തോണും വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് തൊടുപുഴ CI സിജോ വർഗീസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകവും അവതരിപ്പിച്ചു. കോളേജിൽ നടന്ന സമ്മേളനം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഫസൽ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി അല്ലസർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം, IQAC, NSS യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വാക്കത്തോണും വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് തൊടുപുഴ CI സിജോ വർഗീസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അല്ലാതെ ഡെന്റൽ കോളേജ് തൊടുപുഴയുടെ ദന്താരോഗ്യം കാത്തുസൂക്ഷിക്കുമ്പോൾ പ്രതിജ്ഞാബദ്ധമാണ്. ഓറൽ മെഡിസിൻ വിഭാഗം, ദന്ത പൊതുജനാരോഗ്യ വിഭാഗം, കുട്ടികളുടെ ദന്താരോഗ്യ വിഭാഗം, ഓറൽ സർജറി വിഭാഗം. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകവും പൊതുജനങ്ങളെ ശ്രദ്ധയാകർഷിച്ചു. പുകയിലയുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങൾ കലാരൂപങ്ങളിലൂടെ അവതരിപ്പിച്ചു.
കേട്ടത് വിശ്വസിക്കാനാവാതെ അമ്മ സ്തബ്ധയായി നിൽക്കുന്നു. അവരുടെ കണ്ണുകൾ നിറയുന്നു. വാക്കത്തോണിന് ശേഷം കോളേജ് പോർട്ടിക്കോയിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഫസൽ സുലൈമാൻ നിർവഹിച്ചു. ഓരോ കുടുംബത്തിലെ പ്രശ്നം പഠിച്ചു വരുമ്പോൾ അവിടെയുള്ള മക്കൾ അതല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ലഹരിക്ക് അടിമയായിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളും നവമാധ്യമങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏവർക്കും കൊലപാതകങ്ങളും മറ്റു പ്രശ്നത്തിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ശരിക്കും ഈ പുകയില ഉപയോഗിച്ചാലുള്ള ഒരു രസം അതിൻ്റെ ഒരു ഗുണം എന്താണ്? ശരിക്കും സാധാരണ ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എണീച്ചു വരുന്ന ദൈനംദിന പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊരു സിഗരറ്റ് വലിക്കും, രാവിലെ ചായ കൂടി കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കും, ഒരു ബിരിയാണി കഴിച്ചാൽ സിഗരറ്റ് വലിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് നമുക്കിപ്പോൾ തൊടുപുഴയിൽ നിന്ന് പാലായിക്ക് വരെ പോകണം, അപ്പോൾ കാറിൽ കയറി ഇരിക്കുമ്പോൾ പോകാനൊരു മൂഡിന് വേണ്ടി അന്ന് പറഞ്ഞുകൂടെ വലിക്കാം, അത് സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ സിഗരറ്റ് വലിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഷൈനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുകയില വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പൈജാസ് KM മുഖ്യപ്രഭാഷണം നടത്തി. പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ പ്രിജിത അലക്സ് നന്ദി പറഞ്ഞു. ദേശീയ ഗാനത്തോടെ പരിപാടികൾ സമാപിച്ചു. തുടർന്ന് കോളേജ് അങ്കണത്തിൽ സിഗരറ്റിന്റെ ആകൃതിയിൽ ഹ്യൂമൻ ഫോർമേഷൻ സംഘടിപ്പിച്ചു. പുകയില വിമുക്ത സമൂഹമെന്ന സന്ദേശം ഉയർത്തിക്കാട്ടിയ ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, NSS പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്ത പരിപാടി പുകയിലയുടെയും ലഹരി വസ്തുക്കളുടെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജീവനക്കാരുടെ മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VK ജിൻസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി D ബിനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭരണമാറ്റത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലയിൽ നടക്കുന്ന മാനദണ്ഡ വിരുദ്ധമായ സ്ഥലം മാറ്റങ്ങളിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥലം മാറ്റം നടത്തുന്ന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് ബിന്ദു രാജൻ മുന്നറിയിപ്പ് നൽകി. മുൻ UDF സർക്കാരിന്റെ കാലത്തെ ജീവനക്കാരുടെ സ്ഥലമാറ്റങ്ങളിലെ അഴിമതികൾ പൂർണ്ണമായും ഇല്ലാതാക്കിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും ബിന്ദു രാജൻ പറഞ്ഞു. നമുക്കറിയാം, എപ്പോഴും ഒരു ഭരണമാറ്റ സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറെ അധികം സ്ഥലമാറ്റങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ, അതിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ആരെന്നറിയാതെ, മുഖ്യമന്ത്രി ആരെന്നറിയാതെ, മന്ത്രിസഭ എന്ന് വരുമെന്നറിയാതെ, അത് വരുന്നതിനുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഉടനെ തന്നെ ട്രാൻസ്ഫറുകൾ നടത്തി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മളുടെ ഈ സർക്കാർ ജീവനക്കാരുടെ കൂടെയുള്ള ഈ പ്രസ്ഥാനം. എല്ലാ സ്ഥലങ്ങളിലും സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തുകൊണ്ട്, ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുകയാണ്, ഇന്ന ആൾക്കാരെ ഇന്ന സ്ഥലത്തേക്ക് മാറ്റിക്കൊള്ളണം, മറ്റുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെയുള്ള രീതിയിൽ എഴുതി കൊടുത്തുകൊണ്ട്, ആ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VK ജിൻസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി D ബിനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SKM ബഷീർ, KS രാഗേഷ്, KV സാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് VM ഷൗക്കത്ത് അലി, S സുകുമാരൻ, MS ശ്രീകുമാർ, AK സുഭാഷ്, KR ലോമിമോൾ, DK സജിമോൻ, TH ഫൈസൽ, NK രാജിമോൾ, CG അജീഷ, ജില്ലാ സെക്രട്ടറി R ബിജിമോൻ, CG അജീഷ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി R ബിജിമോൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം NK സജൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറം ചീങ്കൽ സിറ്റിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കലുങ്കിന് സമീപം രൂപം കണ്ട ഗർത്തം വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. ഇവിടെയുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണ് കുഴി രൂപപ്പെടാൻ കാരണം. പൊതുമരാമത്ത് വകുപ്പ് സമയബന്ധിതമായി കലുങ്കിന്റെ പണി പൂർത്തീകരിക്കാത്തതുമൂലം ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ഇവിടെ യാത്ര അതീവ ദുരിതമായിരിക്കുകയാണ്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചീങ്കൽ സിറ്റിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കലുങ്കിന് സമീപം രൂപം കൊണ്ട ഗർത്തം വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. ഇവിടെയുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണ് കുഴി രൂപപ്പെടാൻ കാരണം. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും കടന്നു പോകുന്ന ഇവിടെ രൂപം കൊണ്ട കുഴി നാട്ടുകാരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്.
ഒരു 3 മാസത്തിന് മേലെയായി നമ്മുടെ ഇവിടെ ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട്, ഈ പാലത്തിന് പണി തുടങ്ങിയിട്ട്. ഇതേപോലെ അതിന്റെ പണി ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വർഷം മണ്ണിട്ട് പുല്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് അവിടെ വണ്ടി ഗതാഗത യോഗ്യമാക്കിയാൽ തന്നെയാണ് നമുക്ക് ഈ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, വാഹനം കടന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ബസ് പോകണമെന്നുണ്ടാവും, ട്രാൻസ്പോർട്ട് ബസ് ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന്റെ അധികാരികൾ, വേണ്ടപ്പെട്ട ആളുകൾ ഇതിനെ പരിഹാരം കാണണമെന്ന് ഞങ്ങൾ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതിന് മുമ്പായിട്ട്, വലിയൊരു അപകടം നടക്കുന്നതിന് മുമ്പായിട്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതേസമയം പൊതുമരാമത്ത് വകുപ്പ് സമയബന്ധിതമായി കലുങ്കിന്റെ പണി പൂർത്തീകരിക്കാത്തത് ഇതിലെയുള്ള യാത്ര അതീവ ദുരിതമാക്കിയിരിക്കുകയാണ്. കാലവർഷം അടുത്തിരിക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് ഇവിടുത്തെ ഗതാഗത തടസ്സം മാറ്റണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണപ്പുറം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും മണ്ണപ്പുറം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ച യോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. 2026-2028 വർഷത്തെ മണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായി സജി കണ്ണമ്പുഴയെ തിരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും വണ്ണപ്പുറം വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ച യോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊടുപുഴ കഴിഞ്ഞാൽ ഏറ്റവും വലിയ യൂണിറ്റാണ് വണ്ണപ്പുറം യൂണിറ്റ്. 330 അംഗങ്ങളുള്ള യൂണിറ്റില് ഈ ഹോള് നിറയെ അംഗങ്ങൾ ഇരുന്ന് ഉള്ള പൊതുയോഗം വളരെ അഭിനന്ദനാർഹമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സജിയുടെയും നൗഷാദിന്റെയും ഒക്കെയുള്ള നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ 2 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കി. ജനറൽ സെക്രട്ടറി നൌഷാദ് KH വാർഷിക റിപ്പോർട്ടും ട്രഷറർ MG പ്രിൻസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നിയോജക മണ്ഡലം സെക്രട്ടറി VJ ചെറിയ നിർവഹിച്ചു. 2026-2028 വർഷത്തെ പ്രസിഡന്റായി സജി കണ്ണമ്പുഴയെയും സെക്രട്ടറിയായി നൌഷാദ് KH-നെയും ട്രഷററായി MG പ്രിൻസിനെയും ഉൾപ്പെടെ 27 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ പൊതുജനങ്ങളുടെയും നാടിൻ്റെയും ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നാടിൻ്റെ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്കായും വ്യാപാര വ്യവസായ സമൂഹത്തിൻ്റെ പുരോഗതിക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ള സംഘടിത പരിശ്രമങ്ങളിൽ രാഷ്ട്രീയവും. സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു കുന്നത്തുശ്ശേരി സ്വാഗതം ആശംസിച്ച യോഗത്തിന് വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷാരാജൻ നന്ദി രേഖപ്പെടുത്തി. ഫണ്ട് ലഭിച്ചിട്ടും ഓട വൃത്തിയാക്കുന്ന പ്രവൃത്തി കൃത്യമായി ചെയ്യാത്തതിനാൽ മലിനജലം റോഡിൽ കെട്ടിക്കിടക്കുന്നുവെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. പട്ടേങ്കവല വാർഡിലാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും വിധം മലിനജലം കെട്ടിക്കിടക്കുന്നത്. ഓട വൃത്തിയാക്കുന്നതിനായി സ്ലാബ് മാറ്റിയിട്ട ശേഷം തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ആശങ്ക പരത്തുന്നുവെന്നും അവർ പറഞ്ഞു. ഇതേസമയം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വാർഡ് കൗൺസിൽ അഡ്വക്കേറ്റ് ജോമോൻ മാളിയേക്കൽ വ്യക്തമാക്കി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പട്ടേങ്കവല വാർഡിലെ ഓട വൃത്തിയാക്കുവാൻ നഗരസഭ 45,000 രൂപ അനുവദിച്ച് നൽകിയതാണ്. ഇതേ തുടർന്ന് 1 മാസം മുൻപ് ഓടയുടെ സ്ലാബ് മാറ്റിയിടുകയും എന്നാൽ തുടർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയുമാണ് ചെയ്തത്. ആഴ്ചകളോളം വഴിയാത്രക്കാരെയും കടക്കാരെയും ബുദ്ധിമുട്ടിലാക്കും വിധം സ്ലാബ് നീക്കം ചെയ്തു തന്നെ കിടന്നു. പിന്നീട് ഇതുവരെയും യാതൊരു മാറ്റവുമില്ല. നിലവിൽ പട്ടേങ്കവല വാർഡിലേക്ക് അടിയന്തരമായി മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി നഗരസഭ അനുവദിച്ച തുക എന്തു ചെയ്തു എന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1 മാസം മുമ്പ് മുനിസിപ്പാലിറ്റി ഇവിടെ ഓട മാന്തി റെഡിയാക്കിയതാണ്. എന്നിട്ട് വെള്ളം കെട്ടിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് സ്കൂൾ കുട്ടികൾക്കോ വഴിയാത്രക്കാർക്കോ ബസ് കയറാൻ നിവൃത്തിയില്ല.
ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിക്കാരെല്ലാം വെള്ളം മേത്തേക്ക് തെറിപ്പിക്കുക. ഇങ്ങോട്ടേക്കൊന്നും കയറാൻ നോക്കിയില്ല. മുനിസിപ്പാലിറ്റി 1 മാസം മുമ്പ് ഓട മാന്തിയിട്ട് പോയതാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്ത് നിന്ന് മേടിച്ചേക്കണതാണ്. ഇങ്ങനെ പോയാൽ എന്നാ ചെയ്യണത്? മാത്രമല്ല ഈ പ്രശ്നം കാരണം മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ്. പലവിധത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന മഴക്കാലത്ത് സ്കൂളിൽ പോകുന്ന ധാരാളം വിദ്യാർത്ഥികളും യാത്രക്കാരും ഈ മലിനജലം ചവിട്ടി വേണം ബസ് കയറാൻ. 14 വാർഡ് പട്ടയംകവല സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ മലിനജലം കെട്ടിനിൽക്കുന്നത്. ജനങ്ങൾ നഗരസഭയ്ക്കും ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്ന കൗൺസിലറുടെ അനാസ്ഥയ്ക്കുമെതിരെയും ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതേസമയം ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോമോൻ മാളിയേക്കൽ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ പ്രകാരം എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവൃത്തികൾക്കായിട്ട് 52,000 രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിലെ 14 വാർഡിലും ഈ ശുചീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൈഡുകൾ കാടുവെട്ടി വൃത്തിയാക്കി ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടയംകോല കൊതുകുത്തി റോഡ്, ചെറകണ്ടം രാജേന്ദ്ര റോഡ്, കുന്നം കയ്യാണിക്കുന്നേ തണ്ട റോഡ് തുടങ്ങി മുനിസിപ്പൽ റോഡുകളാണ് കേന്ദ്രീകരിച്ചാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണികൾ വളരെ കൃത്യമായും ഭംഗിയായും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ എതിരാളികൾ തെറ്റായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അത് തീർത്തും ശരിയല്ല, തെറ്റാണ് എന്ന് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തത്തോടു കൂടി ബോധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 മാസം മുമ്പ് പട്ടയംകവലയിലുള്ള ഓട, കുന്നംകവലയിലുള്ള ഓട ഇതെല്ലാം സ്ലാബ് മാറ്റി വേസ്റ്റ് കോരി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ആക്ഷേപവും ഉന്നയിക്കേണ്ട ആവശ്യം ഉള്ളതല്ല. വെറുതെ രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടിയാണ് ചില ശക്തികൾ, രാഷ്ട്രീയ എതിരാളികൾ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പേപ്പർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും നിക്ഷേപിക്കുവാനായി സ്ഥാപിച്ച വേസ്റ്റ് ബിന്നിൽ കുട്ടികൾ ഉപയോഗിച്ച ഡയപ്പർ ഉൾപ്പെടെ ഉപേക്ഷിച്ചയാൾക്ക് പഞ്ചായത്ത് 25,000 രൂപ പിഴ ചുമത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ പൂവേക്കുന്ന് ഭാഗത്താണ് സംഭവം. വേസ്റ്റ് ബിന്നിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ദുർഗന്ധം വമിക്കുന്ന ഡയപ്പർ ഉൾപ്പെടെ ബിന്നിൽ നിക്ഷേപിച്ചത് കണ്ടെത്തിയത്. ഇവർ വാർഡ് മെമ്പർ TM മുജീബിനെ വിവരമറിയിക്കുകയും തുടർന്ന് പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് മാലിന്യം നിക്ഷേപിച്ചയാളെ കണ്ടെത്തുകയുമായിരുന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ കൂവേക്കുന്ന് ഭാഗത്ത് പേപ്പർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും നിക്ഷേപിക്കുവാനായി പഞ്ചായത്ത് സ്ഥാപിച്ച വേസ്റ്റ് ബിന്നിൽ കുട്ടികൾ ഉപയോഗിച്ച ഡയപ്പർ ഉൾപ്പെടെ നിക്ഷേപിച്ച കട്ടപ്പന സ്വദേശിക്ക് പഞ്ചായത്ത് 25,000 രൂപ പിഴ ചുമത്തി. പഞ്ചായത്ത് വിവിധ വാർഡുകളിൽ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച വേസ്റ്റ് ബിന്നുകൾ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് മൂലം പല വാർഡുകളിലും സ്ഥാപിച്ച വേസ്റ്റ് ബിന്നുകൾ ജനപ്രതിനിധികൾ ഇടപെട്ട് നീക്കം ചെയ്തിരുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് 19 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ബന്ധുവീട്ടിലെത്തിയ കട്ടപ്പന സ്വദേശികളായ കുടുംബം മടങ്ങുന്നതിനിടയിലാണ് മാലിന്യം നിക്ഷേപിച്ചത്. വേസ്റ്റ് ബിന്നിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ദുർഗന്ധം വമിക്കുന്ന ഡയപ്പറുകൾ ഉൾപ്പെടെ ബിന്നിൽ നിക്ഷേപിച്ചത് കണ്ടെത്തിയത്. ഇവർ വാർഡ് മെമ്പറായ TM മുജീബിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ അടക്കം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് മാലിന്യം നിക്ഷേപിച്ചയാളെ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ഓറിയന്റേഷൻ ക്യാമ്പയിൻ നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു, സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബർട്ട് പീച്ചാട്ട്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ VA ബിജു എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര സൈക്കിൾ ദിനാചരണത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബ് റിവർ സിറ്റി തൊടുപുഴയും മിന്നൽ സൈക്കിൾസും സംയുക്തമായി പൂച്ചപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിന് സൈക്ലിംഗ് പഠനത്തിനായി സൈക്കിൾ നൽകി. റോട്ടറി ഭാരവാഹികളായ ശ്രീജിൽ, സജീവൻ, നിജിൽ, ഷിജു, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ദിവ്യ ജോർജ്, അധ്യാപകൻ സുമേഷ് വെട്ടിക്കൽ, PTA പ്രസിഡന്റ് വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത മയക്കുമരുന്ന് വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ചു. 60 കിലോ കഞ്ചാവ്, 134 ഗ്രാം മെത്താംഫെറ്റമൈൻ, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് ബീഡി, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് നശിപ്പിച്ചത്. കോടതി നടപടിക്രമങ്ങൾ ഉൾപ്പെടെ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് മയക്കുമരുന്നുകൾ നശിപ്പിച്ചത്. സമീപ മാസങ്ങളിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു.
നട്ടു അത് ഗ്രൂപ്പിലിട്ടെ. Today, as a Thrissur City Police fight against drug and as a part of Operation Tufan launched by the Kerala government and the Kerala police, we are destroying around 60 kilograms of ganja, 134 grams of MDMA and 390 grams of methamphetamine hashish oil. This is our aim to initiate awareness among the people that please don't use this. If you have any information with respect to drugs or anything, please inform it to the police helpline as well as the Yodhava helpline issued by the Kerala police. Today, with respect to this destruction of this NDPS and drugs items, we wanted to inform people that our fight against drugs is going on strong and we require your support as well. We are following all the legal procedure before this disposal. So that is what is Thrissur City Police as well as Kerala Police is doing right now. അറിവിന്റെ ലോകത്തേക്ക് പുതുചുവടുകൾ വെച്ച് നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ നോബിൻ ജോസഫ് പ്രവേശന സന്ദേശം നൽകി. ചടങ്ങിൽ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ നോബിൻ ജോസഫ് പ്രവേശന സന്ദേശം നൽകി. ചടങ്ങിൽ KSSPU പ്രസിഡന്റ് ജോൺ സാർ, PTA പ്രസിഡന്റുമാരായ സജിമോൻ പീറ്റർ, ജിസ്മി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രവേശനോത്സവ ഭാഗമായി കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒപ്പം പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് KSSPUവിന്റെയും അക്ഷരമുറ്റം കലാസാഹിത്യവേദിയുടെയും നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത ഈ ചടങ്ങ് പുതിയ അധ്യയന വർഷത്തിന് ഉജ്ജ്വല തുടക്കമായി. പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ, നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ, പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ, പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ വാതായനമിതിലേ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലയാള സിനിമാ മേഖലയിലെ താരസംഘടനയുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രശ്നങ്ങൾ ഒട്ടും ആശ്വാസകരമല്ലെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാലും ഇല്ലെങ്കിലും ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായാൽ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖലയിലെ മുതിർന്ന വ്യക്തികൾ താരസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും മന്ത്രി PC വിഷ്ണുനാഥ് വ്യക്തമാക്കി. ഗവൺമെന്റ് സാധാരണ സിനിമയിൽ ഇടപെടുന്നത് സിനിമ ഒരു വ്യവസായം എന്ന നിലയിൽ അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് സർക്കാർ നൽകേണ്ട പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ന്യായമായ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ചലച്ചിത്രങ്ങൾക്ക് അവരുടെ നിർമ്മാണത്തിന് അവയുടെ മാർക്കറ്റിങ്ങിന് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചില സഹായങ്ങൾ വേണം, കൊടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. അത്തരം കാര്യങ്ങളിലാണ് നമുക്ക് സിനിമയെ സഹായിക്കാൻ കഴിയുക. എന്നോട് ചോദിച്ച ചോദ്യം മറ്റൊരു തലത്തിലുള്ളതാണ്. ഇത് താരസംഘടനയാണ്, ഈ സിനിമാ വ്യവസായമല്ല, താരസംഘടനയ്ക്കകത്ത് കുറേയധികം പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ ദിവസവും അറിയുന്നുണ്ട്. അതൊന്നും ഒരു
ആശാസ്യകരമായ രീതിയിലുമല്ല അതെല്ലാം പോണത്. ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗവൺമെൻറ് പരാതി ലഭിച്ചാലും ഇല്ലെങ്കിലും ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഗവൺമെൻറ് ഇടപെടുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ നാളെ വൈകുന്നേരം കേരളത്തിലെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ താരങ്ങളുടെ സംഘടനയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ ഉണ്ട്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉണ്ട്, ഫിലിം എക്സിബിറ്റേഴ്സിൻ്റെ ഉണ്ട്. എല്ലാവരെയും കൂടെ ഒരുമിച്ചൊന്ന് വിളിച്ച് ആ മേഖലയിൽ അവർക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നാളെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ആ യോഗം വിളിച്ചിട്ടുള്ളത്. അവിടെ അവർ പറയുന്നതെല്ലാം കേൾക്കും. താരസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ തന്നെയുള്ള മുതിർന്ന വ്യക്തിത്വങ്ങളൊന്നും മാറി നിൽക്കാതെ, ഞാനിത് പുറത്തുനിന്നാണ് പറയുന്നത്, മന്ത്രിയുടെ കപ്പാസിറ്റിയിലല്ല, ഒരു സിനിമ കാണുന്ന ആളെന്ന നിലയിലാണ് ഇത് ഞാൻ പറയുന്നത്, ഒരു മലയാളി എന്ന നിലയിൽ അതങ്ങ് ആ നിലയിൽ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് പറയാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ അതിനകത്ത് ആർക്കെതിരെ പറഞ്ഞു എന്നുള്ളതിലേക്കൊന്നും ഗവൺമെന്റ് പോകേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ലെവലിലല്ല അത് നിൽക്കുന്നത്. താരസംഘടനയുടെ അകത്തുള്ള ഇന്റേണൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിൽ സീനിയേഴ്സ് ആയിട്ടുള്ളവർ എത്രയും വേഗം ഇടപെട്ട് ഇതിനെ ഒരു തലത്തിനപ്പുറത്തേക്ക് പോകുന്നതിനകത്തൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണെന്നൊരു മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതിനകത്ത് ആളുകളുണ്ടല്ലോ സിനിമയിൽ. പിന്നല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ പ്രദേശത്തെ കശാപ്പുശാലകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചതോടെ തൊടുപുഴയിൽ ബീഫ് ക്ഷാമം രൂക്ഷമായി. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി അല്ലസർ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ വാക്കത്തോണും വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് തൊടുപുഴ CI സിജോ വർഗീസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരുടെ മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും വണ്ണപ്പുറം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ഓറിയന്റേഷൻ ക്യാമ്പയിൻ നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.